എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഭരണവും ഭരണ സംവിധാനവുമായി റിലേറ്റ് ചെയ്തിട്ട്, അതായത് കമ്മീഷനുകൾ, പിന്നെ കേരള സ്കീംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് ഞാനിത് അല്ലാതെ തന്നെ നമ്മുടെ ഡിഗ്രി ലെവലിലും +2 ലെവലിലൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കിയെന്ന് 10th പ്രിലിംസിന് വേണ്ടിയിട്ട് 2026 എടുത്തേക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത്, 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. രാജ്കുമാർ ഗോയലാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. പ്രധാനമന്ത്രിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. നമ്മുടെ ചോദ്യം എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ നോക്കൂ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? 2005 വിവരാവകാശ നിയമപ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് പറയുന്നത് ശരിയല്ലേ? ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാന്നാ പറയുന്നത്? രാജ്കുമാർ ഗോയലാണ് എന്ന് പറയുന്നു. അതും ശരിയാണ്. പ്രധാനമന്ത്രിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. ശരിയാണോ? അല്ല, അത് തെറ്റിപ്പോയി അല്ലേ? ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ പ്രകാരമാണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുമ്പോൾ ഏതാണ്? ഓപ്ഷൻ എ, ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ മാത്രം ശരി എന്നതാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏത്? ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ്? വകുപ്പ് 324 അല്ലേ? വകുപ്പ് 324, ആർട്ടിക്കിൾ 324 രാജ്യത്തെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി ഇലക്ഷൻ കമ്മീഷന് അധികാരം നൽകുന്നതാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷമാണ്? ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷം അല്ലേ? 5 വർഷം. ദെൻ പഞ്ചായത്തി രാജ് സമ്പ്രദായത്തിൻ്റെ പിതാവ്. ഓക്കെ, ഈ ചോദ്യം റദ്ദാക്കിയിട്ടുണ്ട് കേട്ടോ PSC. കാരണം ഇതിലും ബൽവന്ത് റായ് മേത്തയുടെ പേരുണ്ട്. അതോടൊപ്പം തന്നെ പ്രാദേശിക സ്വയംഭരണത്തിൻ്റെ പിതാവ് റിപ്പൺ പ്രഭുവിൻ്റെ പേരൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം റദ്ദാക്കിയത്, നമുക്കറിയില്ല. ദെൻ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. ഓപ്ഷൻ എ, ജസ്റ്റിസ് സൂര്യകാന്ത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏവ? ഓക്കെ, നോക്കാം. പാർലമെന്റ് നിയമസഭാ അംഗങ്ങൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുക്കുന്നു. ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്വേഷിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കൽ എന്നിവ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നു. ഏതൊക്കെയാണ് ശരിയായവ എന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? നോക്കി, ഒന്നാമത്തെ പ്രസ്താവനയിൽ എന്താ പറയുന്നത്? പാർലമെന്റ് നിയമസഭാ അംഗങ്ങൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെ തിരഞ്ഞെടുക്കുന്നു. ശരിയാണോ അത്? അതെ, അത് ശരിയാണ്. ദെൻ ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്വേഷിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. അതും ശരിയാണ്. ഇനി രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കൽ എന്നിവ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുക. അതും ശരിയല്ലേ? അതും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നു. അത് ശരിയാണോ? അത് തെറ്റാണല്ലേ. എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്ത്, നഗരസഭ അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന അതത് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് അല്ലേ? അതെ. അപ്പോൾ ഇന്ത്യത്തെ നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് തെറ്റിപ്പോയത്. അപ്പോൾ ആൻസർ വരുമ്പോൾ ഓപ്ഷൻ സി, 1, 2, 3 മാത്രം ശരി. അടുത്ത ചോദ്യം. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരള ഭരണം ഒരു നമ്മുടെ സിലബസിനനുസരിച്ച് തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇതിൽ പക്ഷേ കമ്മീഷനും പിന്നെ കേരള സ്കീംസ് ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് 10th പ്രിലിംസിന് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെ? സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ഫുള്ള് വായിക്കാം, നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിനോടൊപ്പം തന്നെ ആൻസർ പറഞ്ഞു പോകാം അല്ലേ?
ഒന്നാമത്തെ എന്താ പറയുന്നത്? സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നു. ശരിയാണോ? അത് തെറ്റാണല്ലേ. കാരണം സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്, അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയല്ല. ദെൻ കേരളത്തിലെ വേമ്പനാട്ട് കോൾ തണ്ണീർത്തടം, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ട കായൽ എന്നീ 3 പ്രദേശങ്ങൾ 2002 റംസാർ സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ടു. അത് ശരിയാണോ? അത് ശരിയാണ്. രണ്ടാമത്തെ ശരിയാണ് അല്ലേ. അതെ, 2002 പ്രഖ്യാപിക്കപ്പെട്ടത്. ഇനി നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11 അതും ശരിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാ? 2ഉം 3ഉം ഓപ്ഷൻ ഡി വരും അല്ലേ. 2ഉം 3ഉം മാത്രം ശരിയാണ്. അടുത്ത ചോദ്യം, UPSC അഥവാ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ആരാ ഇതിൽ? രാഷ്ട്രപതി അല്ലേ. അപ്പം ഓപ്ഷൻ സി 3 മാത്രം ശരി, രാഷ്ട്രപതിയാണ് കേട്ടോ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തതേത്? 4 നമുക്ക് വായിച്ചു നോക്കാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകൽ, വോട്ടർ പട്ടിക പരിഷ്കരിക്കൽ, രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ചിഹ്നം അനുവദിക്കൽ, പ്രാദേശിക ഗവൺമെൻറ് അതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തൽ. ഇതാണ് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലായല്ലേ. ഏതാണ് ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ഡി ആണല്ലേ. അതായത് ഇപ്പം പ്രാദേശിക ഗവൺമെൻറ്, അതായത് സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയിൽ പെടുന്നതല്ല. അടുത്തത്, പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഏതാത്? ലോക് ഭവൻ അല്ലേ. ലോക് ഭവനാണ് കേട്ടോ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്നതും ദേശീയ ശരാശരിയേക്കാൾ കൂടുതലുമാണ്. കേരളത്തിലെ ശിശുമരണ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നതാണ്. ആശ്വാസം എന്ന സംരംഭം ആർദ്രം മിഷന്റെ ഭാഗമായി വരുന്നതാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഒറ്റയടിക്ക് നമുക്കറിയാൻ പറ്റും അല്ലേ. ഏതാണ്? രണ്ടാമത്തെ തെറ്റാണല്ലേ. എന്താണ്? ഓപ്ഷൻ സി വരുന്നത്. കേരളത്തിലെ ശിശുമരണ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണെന്ന് പറയുന്നു, ഉയർന്നതാണെന്ന് പറയുന്നത് തെറ്റാണല്ലേ. കുറവാണ്, കൂടുതലല്ല കുറവാണ്. മറ്റത് രണ്ടും ശരിയാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായുള്ള ചെങ്ങാതി എന്ന പദ്ധതി താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ളതാണ്? ചെങ്ങാതി ഏതാണ്? കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പദ്ധതിയാണ് കേട്ടോ. അപ്പം അതിഥി തൊഴിലാളികൾക്ക് മലയാള ഭാഷയും അക്ഷരവും പഠിപ്പിക്കുന്നതിനായിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് ചെങ്ങാതി. അടുത്തത്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ഒരു സാമ്പത്തിക വർഷം 100ൽ കുറയാത്ത തൊഴിൽ ദിനങ്ങളാണ് ഉള്ളത്. ശരിയാണോ? ശരിയാണ് അല്ലേ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമപ്രകാരം ഗ്രാമീണ മേഖലയിലെ ഓരോ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസത്തെ വേതനത്തോടു കൂടിയ ഇത് അധ്വാനം ഉറപ്പു നൽകുന്നു, ജോലി ഉറപ്പു നൽകുന്നു. രണ്ടാമത് പറയുന്നതോ, കേരള ട്രൈബൽ പ്ലസ് എന്ന പദ്ധതി MGNREGS കൂടാതെ അധികമായി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തൊഴിലുറപ്പ് പ്രദാനം ചെയ്യുന്നു. അത് ശരിയാണോ? അതും ശരിയാണ് കേട്ടോ. കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ട്രൈബൽ പ്ലസ് എന്ന് പറയുന്നത്. അത് ST കുടുംബങ്ങൾക്ക് അധികമായിട്ടൊരു 100 തൊഴിൽ ദിനങ്ങൾ കൂടി അനുവദിക്കുന്നുണ്ട്. പത്തനംതിട്ട, മലപ്പുറം ജില്ലകളിലാണ് കേരളത്തിൽ ആദ്യഘട്ടത്തിൽ MGNREGS ആരംഭിച്ചത്. ശരിയാണോ? അത് അല്ല, പാലക്കാട്, വയനാട് ജില്ലകളിലാണ്. അപ്പോൾ 3ാമത്തെയാണ് ഇവിടെ തെറ്റിയത്. ഓക്കെ, അപ്പോൾ ഏത് ഓപ്ഷൻസ് വരും? ഓപ്ഷൻ സി 1, 2 എന്നിവ ശരിയാണ്. അടുത്ത ചോദ്യം ഇനി എന്താണ്? വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്താദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ശ്രീ കെ സോമപ്രസാദ് ആണ് കേട്ടോ. സോമപ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകരുന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതി ഏതാണ്? പ്രത്യുത്ഥാനം പദ്ധതി കേട്ടോ. പ്രത്യുത്ഥാനം പദ്ധതിയാണ്. അതായത് 2018 ആ പ്രളയത്തിൽ വീട് തകരുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്ത അതീവ ജീവകാരുണ്യപരമായ പരിഗണന അർഹിക്കുന്ന ഇപ്പോൾ കിടപ്പ് രോഗികൾ, ഭിന്നശേഷിക്കാരൊക്കെ ഉണ്ടല്ലോ,
അവർക്ക് വേണ്ടിയിട്ട് അവരെ ഒന്ന് പുനരധിവസിപ്പിക്കാനായിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി നടപ്പാക്കിയ പദ്ധതിയാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം മന്ദഹാസം പദ്ധതികൾ സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത്? ഏത് വിഭാഗമാണ്? വയോജനങ്ങളാണ് കേട്ടോ. ഓപ്ഷൻ സി, വയോജനങ്ങൾ അല്ലെ. കൃത്രിമ പല്ലുകൾ സൗജന്യമായി നൽകുന്നതല്ലേ മന്ദഹാസം പദ്ധതി? അതെ. അടുത്ത ചോദ്യം, 15 മുതൽ 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാ കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? 15 മുതൽ 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാ കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് കേരളീയം. മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതി ഏതാണ്? മാലിന്യമുക്ത കേരളത്തിനായിട്ട് സ്നേഹാരാമം പദ്ധതി കേട്ടോ. സ്നേഹാരാമം പദ്ധതിയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഈ ചോദ്യം നോക്കിയേ. ABCD ഇവർ 4 പേരും സുഹൃത്തുക്കളാണ്. ഇതിൽ D മറ്റു 3 പേരോടായി ചോദിച്ചു, ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A പറഞ്ഞു രാജീവ് കുമാർ, B ജ്ഞാനേഷ് കുമാർ, C DY ചന്ദ്രചൂഡ് എന്നിങ്ങനെ പറഞ്ഞു. ഇവർ 3 ഡിയോട് ഇതേ ചോദ്യം ചോദിച്ചു. D പറഞ്ഞു സഞ്ജീവ് ഖന്ന. ഇവരിൽ ആര് പറഞ്ഞതാണ് ശരി ഉത്തരം? ഓക്കെ, ആര് പറഞ്ഞതാണ്? അതായത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എന്നതാണ് ചോദ്യം. ആരാണ് ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? ആരാണ്? ആര് പറഞ്ഞതാണ് ശരി? ബി പറഞ്ഞതാണ് ശരി. അതായത് ജ്ഞാനേഷ് കുമാർ ആണല്ലേ. ജ്ഞാനേഷ് കുമാർ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചോദ്യം ഇങ്ങനെ തന്നിരിക്കുന്നു എന്നേ ഉള്ളൂ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന ആവശ്യ യോഗ്യതകൾ? മുനിസിപ്പൽ കോർപ്പറേഷനിൽ കേട്ടോ. നോക്കി, ഇന്ത്യൻ പൗരനായിരിക്കണം. അതെ. ദെൻ ഏറ്റവും കുറഞ്ഞത് 25 വയസ്സ് പൂർത്തിയായിരിക്കണം. വേണോ? അല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, അതായത് മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കൊക്കെ മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 21 വയസ്സാണ്. അപ്പോൾ അത് തെറ്റാണ്. ദെൻ തിരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേര് ഉണ്ടായിരിക്കണം. അത് ശരിയാണോ? അത് ശരിയാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെയാ? ബൽവന്തറായ് കമ്മീഷൻ, ദെൻ അശോക് മേത്ത കമ്മീഷൻ, പിന്നെയോ തുങ്കൻ കമ്മിറ്റി. ഇതൊക്കെ പഞ്ചായത്തി രാജ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. സർക്കാരിയ കമ്മീഷനോ അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ചതായിരുന്നല്ലേ. ഓക്കെ. 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ നോക്കി? നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു. ശരിയാണ് അല്ലേ? അതെ. ദെൻ തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു. അതും ശരിയാണ്. നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. അതും ശരി. അപ്പോൾ ഏതാ വരിക? മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം ശരിയാണ്. അതിൻ്റെ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. അടുത്ത ചോദ്യം, രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 3 നമുക്ക് വായിച്ചു നോക്കാം. വയോജനങ്ങൾക്ക് വാർദ്ധക്യ പെൻഷൻ നൽകുന്നത് സംബന്ധിച്ച്, ദെൻ വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ച്, ഓരോ ജില്ലയിലും വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച്. ഏതാ വരുന്നത് കറക്റ്റായിട്ട്? രണ്ടാമത്തെ മാത്രമേ വരുന്നുള്ളൂ. അതായത് വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ച് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ വരുമ്പോൾ ഓപ്ഷൻ ബി ആണ് കേട്ടോ വരുന്നത്. ഇനി 27ാമത്തെ ചോദ്യം നോക്കാം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ. ഓക്കെ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേട്ടോ. നോക്കി, ഭരണഘടനയുടെ 243K വകുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയല്ലേ? അതെ, ശരിയാണ്. 243K പ്രകാരമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. ഇനി സംസ്ഥാന നിയമസഭയിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ശരിയാണോ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്തുകയുള്ളൂ. സംസ്ഥാന നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് കേന്ദ്ര
തെരഞ്ഞെടുപ്പ് കമ്മീഷനായ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ അവിടെ അതാണ് തെറ്റിപ്പോയത്. ഇനി അടുത്ത് നോക്കി, ഹൈക്കോടതി ജഡ്ജിക്ക് വേണ്ടി നിർവചിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിലും രീതിയിലും അല്ലാതെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാലാവധിക്ക് മുമ്പായി ആ പദവിയിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. ശരിയാണോ? അതും ശരിയാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഉയർന്ന ഭരണഘടനാ പരിരക്ഷയുണ്ട്. ഒരു ഹൈക്കോടതി ജഡ്ജിയെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന അതേ രീതിയിലും കാരണങ്ങളിലും മാത്രമേ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കാലാവധിക്ക് മുമ്പ് മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് 1ഉം 3ഉമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായതേത്? നോക്കാം നമുക്ക്. ആദ്യം പറയുന്നത്, കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി. ശരിയാണോ അത്? ശരിയാണല്ലേ? അതെ, കറക്റ്റാണ്. ഇനി രണ്ടാമത് എന്താണ് പറയുന്നത്? സംസ്ഥാനത്ത് സാക്ഷരതയും തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും സജീവമാക്കുന്നതിനും വേണ്ടിയാണ് ഇത് രൂപീകൃതമായത്. അത് ശരിയാണോ? അത് ശരിയാണ്. ദെൻ കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ചെയർമാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. വിദ്യാഭ്യാസ മന്ത്രി വൈസ് ചെയർമാനാണ് അല്ലേ? മുഖ്യമന്ത്രിയാണ് ചെയർമാൻ. ഓക്കെ, അടുത്ത ചോദ്യം, സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ധനകാര്യ കമ്മീഷൻ കേട്ടോ. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. ശരിയാണല്ലേ? അതെ. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. അതും ശരിയാണ്. സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നു. കേരളത്തിൽ ഇതുവരെ 7 ധനകാര്യ കമ്മീഷനുകൾ നിലവിൽ വന്നിട്ടുണ്ട്. അതും ശരിയാണ്. അപ്പോൾ ഇതിൽ ഏതാണ്? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് PSCയുടെ ആൻസർ. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായതാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, 2008 കേരള സംസ്ഥാന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമാണ് സ്ഥാപിതമായത്. ദെൻ കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ്. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഡയറക്ടർ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. ഏതൊക്കെയാണ് തെറ്റെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. PSCയുടെ ആൻസർ C ആണ്. 1, 2 എന്നിവ മാത്രം തെറ്റാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കേട്ടോ നോക്കാം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും സംസ്ഥാന ഗവർണറാണ് നിയമിക്കുന്നത്. ശരിയാണോ? ശരിയാണ്. ദെൻ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തിന് കാലാവധിയായ 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ പദവിയിൽ തുടരാവുന്നതാണ്. അത് ശരിയാണോ? 65 അല്ല, 62 വയസ്സ് അല്ലേ? അപ്പം അത് പിന്നെ PSC അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ തെറ്റാണ്. മൂന്നാമത്തെ തന്നിരിക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്തെ കാലാവധിക്ക് മുമ്പായി പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ ഗവർണറുടെ ഉത്തരവിലൂടെ സാധിക്കുമെന്ന് ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ട്. എങ്ങനെയത്? PSC അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഗവർണർക്ക് അധികാരമില്ല. അതിനുള്ള അധികാരം ഇന്ത്യൻ രാഷ്ട്രപതിക്ക് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തതും തെറ്റാണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് 2ഉം 3ഉം തെറ്റ്. ഓപ്ഷൻ A ആണ് വരുന്നത്. അടുത്ത ചോദ്യം, വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? വയോജന ക്ഷേമത്തിനായി രാജ്യത്താദ്യമായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന കേരള വയോജന കമ്മീഷൻ ബിൽ കേരള നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. ശരിയാണല്ലേ? നമ്മൾ ആദ്യം കണ്ടു. പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം. അത് ശരിയാണോ? അല്ല, അത് വയോമധുരമാണല്ലേ, വയോമിത്രമല്ല. അപ്പോൾ അത് തെറ്റിപ്പോയി. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കലാണ് മന്ദഹാസം പദ്ധതിയിലൂടെ സാമൂഹ്യ നീതി വകുപ്പ് ലക്ഷ്യമിടുന്നത്. അത് ശരിയാണോ? അത് ശരിയാണ്. അപ്പോൾ ഒന്നാമത്തതും മൂന്നാമത്തെയും ശരിയാണ്. ഓപ്ഷൻ A ശരിയാണ്. അടുത്ത ചോദ്യം, കേരള സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായതേത്? കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷരർക്കും ബ്രെയിൻ സാക്ഷരത ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പാക്കിയ പദ്ധതിയാണ് ദീപ്തി. അത് ശരിയാണോ? അത് ശരിയാണ് അല്ലേ? അതെ, ശരിയാണ് കേട്ടോ.
അടുത്തത്, കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരുടെ ആശ്രിതർക്കായി കേരള സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കിയ സ്വയം തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ് നവജീവൻ. അത് ശരിയാണോ? അത് തെറ്റാണല്ലേ? അത് തെറ്റാണ്. ദെൻ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പരിരക്ഷാ പദ്ധതിയുടെ ലക്ഷ്യം 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അശരണരായ വിധവകൾക്ക് സംരക്ഷണവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും ഉറപ്പാക്കുക എന്നതാണ്. അതും തെറ്റാണ്. അപ്പോൾ 1 മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2005 വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8 പ്രകാരം ഇവയിൽ ഏത് തരം വിവരങ്ങളാണ് വെളിപ്പെടുത്തേണ്ടതല്ലാത്തത്? ഏതാ? ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്നവ, അഴിമതിയെ ബാധിക്കുന്നവരിൽ പൊതു താല്പര്യമുള്ളതും വരില്ല. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത് അല്ലേ? സെക്ഷൻ 8 പ്രകാരം. അടുത്ത ചോദ്യം എന്താണ്? പോക്സോ ആക്ട് 2012 വകുപ്പ് 10 പ്രകാരം ഗുരുതരമായ ലൈംഗിക അതിക്രമത്തിന് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തടവ് ശിക്ഷ എത്രയാണ്? വകുപ്പ് 10 പ്രകാരമുള്ള കുറഞ്ഞ ശിക്ഷ എത്ര വർഷം തടവാണ്? 5 വർഷമാണ് കേട്ടോ. 5 വർഷം. ഓക്കെ. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 69ാമത്തെ നോക്കാം. ഗാർഹിക പീഡന നിയമത്തിലെ സെക്ഷൻ 18 പ്രകാരം ആർക്കാണ് സംരക്ഷണ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുക? ആർക്കാണ്? മജിസ്ട്രേറ്റിന് ഗാർഹിക പീഡനത്തിൽ നിന്നും ഇരകൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ടുള്ള ഓർഡേഴ്സ് അല്ലെ, പ്രൊട്ടക്ഷൻ ഓർഡേഴ്സ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനാണ്. ലാസ്റ്റ് ചോദ്യം, പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം 1989 വകുപ്പ് 3 അനുസരിച്ച് അതിക്രമ കുറ്റം ചുമത്തുന്നതിന് അല്ലെങ്കിൽ ചെയ്തതിന് ആരെയാണ് ശിക്ഷിക്കാൻ കഴിയുക? ആരെയാണ്? ഏതൊരാളെയും, ഒരു പട്ടികജാതി അംഗത്തെ മാത്രം, പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ അംഗമായ ആരെയും, പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ അംഗമല്ലാത്ത ആരെയും. ആരാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് ഈ നിയമപ്രകാരം SC/ST വിഭാഗത്തിൽ പെടാത്ത ഒരു വ്യക്തി ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ അതിക്രമം നടത്തിയാൽ മാത്രമേ ഈ നിയമപ്രകാരം ശിക്ഷിക്കാൻ വ്യവസ്ഥയുള്ളൂ. ഓക്കെ. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം 1989 വകുപ്പ് 3 അനുസരിച്ച് അതിക്രമ കുറ്റം ചെയ്തതിന് ആരെയാണ് ശിക്ഷിക്കാൻ കഴിയുക എന്നുള്ളതാണ് കേട്ടോ ചോദ്യം. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു കമ്മീഷൻസ് പിന്നെ കുറച്ച് സ്കീമുകളൊക്കെ നമ്മൾ പഠിച്ചില്ലേ, അതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയി 2026 ചോദിച്ച ചോദ്യങ്ങൾ. താങ്ക് യു.